മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ 4 പേർക്ക് എതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കെ രാമൻപിള്ള, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ, ഷാജി വെട്ടൂരാൻ, അതോടൊപ്പം തന്നെ KPCC മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ. ഈ വിഷയം സമഗ്രമായി പരിശോധിക്കുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതോടൊപ്പം കെ രാമൻപിള്ള, എ സജീവൻ, ഷാജി വെട്ടൂരാൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ എന്നിവർ അതിഥികളായി. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയൊരു തട്ടിപ്പിന്റെ, അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്, വെള്ളാപ്പള്ളിയാണ് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ സാധാരണക്കാരന്റെ പ്രതീക്ഷയായി തുടങ്ങിയ ഒരു പദ്ധതിയെ എവിടെയൊക്കെയാണ് താളം തെറ്റിച്ചത്? ആ താളം തെറ്റിക്കൽ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുകയാണ്. 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാണ് ഈ തട്ടിപ്പിന്റെ മാനങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? അല്ല, പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ആസൂത്രണം ചെയ്തൊരു പദ്ധതി, അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു തട്ടിപ്പായി മാറി എന്നത് ഏറെക്കാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെയും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണം റിപ്പോർട്ട് അത് പരിശോധിച്ച വിജിലൻസ് കോടതി തന്നെയാണ് കൂടുതലായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അല്ലായിരുന്നെങ്കിൽ വിജിലൻസ് സ്വമേധയാ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ച് നടത്തിയ അന്വേഷണമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സർക്കാർ ഇടപെട്ടു എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് വിജിലൻസ് കോടതി തന്നെ ഇട്ടിരിക്കുന്ന ഉത്തരവ് എന്ന നിലയിൽ ഇതിൽ പ്രാഥമികമായി പ്രഥമദൃഷ്ട്യാ ഒരു കേസുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണം കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ സമർത്ഥമായും ഫലപ്രദമായും നടന്ന് ഈ തട്ടിപ്പിൻ്റെ ചുരുളുകൾ അനാവരണം ചെയ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അത് സംഭവിക്കുകയും വേണം. യെസ്, ആ ഒരു അവസ്ഥയിൽ രാമൻപിള്ളയിലേക്ക് കൃത്യമായ കാര്യങ്ങൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുമ്പോൾ ഇതിലേക്കൊരു രാഷ്ട്രീയ വശം, ആ രാഷ്ട്രീയ വശത്തെ വെള്ളാപ്പള്ളി തിരിച്ചറിയുന്നതിന്റെ ഫലമല്ലേ പുതിയ സഖ്യങ്ങൾ? ഇത്തരത്തിൽ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് വരുന്നു, കോടതിയിൽ സമർപ്പിക്കുന്നു, കൃത്യമായ കാര്യങ്ങൾ വിജിലൻസ് തന്നെ രേഖപ്പെടുത്തുമ്പോൾ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ തട്ടുകൾ വെള്ളാപ്പള്ളിക്ക് നൽകാൻ ഏതെങ്കിലും തരത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നതാകട്ടെ മറ്റു തരത്തിൽ വെള്ളാപ്പള്ളിയെ ഉപയോഗിക്കുന്നതാകട്ടെ, എത്രമാത്രം അപകടകരമാണ് രാമൻപിള്ള? ഇത് വളരെ വ്യക്തമായും രാഷ്ട്രീയ പ്രേരിതമായി തുടങ്ങിയിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ കേസിൽ സ്വാഭാവികമായിട്ടൊരു പരാതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈ അന്വേഷണത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കുറ്റപത്രം കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ സംശയിക്കാൻ പോലും വക കാണുന്നുള്ളൂ. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഉപരിതലത്തിൽ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉപരിതലത്തിലിരിക്കുന്ന ആളുകൾ താഴെ ഉണ്ടാകുന്ന അഴിമതികൾക്ക് ധാർമ്മികമായി ഉത്തരവാദിത്വം വഹിക്കണമെന്ന് പറയുമെങ്കിലും അവർക്ക് നേരിട്ട് ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അന്വേഷണത്തെ കാത്തിരിക്കുക. അന്വേഷണം നടന്നത് തെറ്റൊന്നുമില്ല, കോടതി പറഞ്ഞത് വളരെ ശരി, അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ മാത്രമേ നമുക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കൂ. മറ്റൊന്ന്, ഇതിൽ രാഷ്ട്രീയമായി കാണുന്ന ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകൾ ചിലരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അവരുടെ കൈ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയമായിട്ട് ഒരാളോട് പ്രതികാരം ചെയ്യാൻ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതും നല്ലതാണെന്ന് പറയാൻ സാധ്യമല്ല. അത് ഒരു ന്യായമായ നേരായ രീതിയല്ല. വിഎസിനെ പോലുള്ള ഒരാൾ തക്കതായ തെളിവ് കിട്ടാതെ ഇങ്ങനെയുള്ള കേസിൽ പുറപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ കണ്ണടച്ച് ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. ഷാജി വെട്ടൂരാൻ, രാമൻപിള്ള അതിലൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കോടതിയുടെ നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യാവസ്ഥ കോടതിയാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, പാവപ്പെട്ടവരെ സഹായിക്കുക അടക്കം. അവിടെ ഈ വലിയ തോതിലുള്ള തട്ടിപ്പിലേക്ക്
ഈ നേതൃത്വം ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ സമുദായ അംഗങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ ഇവിടെ ശക്തമായി നിലനിൽക്കുന്നു. അത്തരം കാര്യങ്ങൾ തന്നെയാണോ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് അടിസ്ഥാനമാക്കുന്നതും തെളിവുകളാക്കുന്നതും? താങ്കൾക്ക് എങ്ങനെയാണ് അത് കാണാൻ കഴിയുക? ആ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ അടുത്തും മാതൃഭൂമിയുടെ അടുത്തും പീപ്പിളിലുള്ള ആൾക്കാരുടെ അടുത്തും VSൻ്റെ അടുത്തും പിണറായി വിജയനും കോടിയേരിയുടെ അടുത്തും നന്ദി പറയണം. കാര്യം മൈക്രോ ഫണ്ടിങ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ അല്ല. ഇവിടെ നേരത്തെ ചോദിച്ചത് പാവപ്പെട്ട ആൾക്കാർക്ക് സാമ്പത്തിക നേട്ടം വരാൻ വേണ്ടിയാണ് ആ സ്കീം തുടങ്ങിയത്. 5% വേണ്ടിയാണ്, 2% അവർക്ക് കൊടുക്കുന്നത്. അതിന് പകരം 12%, 15% ക്ലിയർ എവിഡൻസ് ഉള്ളത്. ഇവിടെ വിജിലൻസ് രഹസ്യ അന്വേഷണത്തിൽ കൂടെ ക്ലിയർ എവിഡൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഫ്രോഡ് നടന്നതായിട്ട്. അതിൻ്റെ മേളിലാണ് ഇന്ന് കോടതി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. അതിലൊരു രാഷ്ട്രീയ കളി ഇല്ല. ശരിക്കും പറഞ്ഞാൽ SNDP യോഗം മൈക്രോ ഫണ്ടിങ് തുടങ്ങിയപ്പോൾ ഒരു ബെനിഫിഷ്യറിക്ക് ഒരു 5 കൊല്ലം 5.5 കൊല്ലം കഴിയുമ്പോൾ മിനിമം 15 lakh റുപ്പീസ് അവരെ ബാങ്കിൽ ഏത് സമയത്തും എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരുന്നതാണ് മൈക്രോ ഫണ്ടിങ് സ്കീം. അതായത് ഇതിൽ അംഗമാകുന്ന ഈ വായ്പ എടുക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ. അപ്പോൾ ഒരു സാധാരണ മൈക്രോ യൂണിറ്റിൽ 12 തൊട്ട് 20 വരെ ഉണ്ട്. 20 വരെ യൂണിറ്റ് ആണെങ്കിൽ ഒരു 5.5 കൊല്ലം കൊണ്ട് ഒരു വ്യക്തിക്ക് തന്നെ 15 ലക്ഷം അടുപ്പിച്ച് ബാങ്കിൽ കിട്ടുന്ന സൗകര്യം. അപ്പോൾ അവരുടെ ജീവിത രീതികൾ മാറും. ഇതിന് വേണ്ടിയാണ് മൈക്രോ ഫണ്ടിങ് നമ്മൾ രൂപപ്പെടുത്തിയതും അതിൻ്റെ പുറകെ നിന്നതും. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാർ ചട്ടിയിലാണ് ഈ കൈയിടുന്നത്. അത് അനുവദിക്കാൻ പറ്റില്ല. അതിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ കളിയൊന്നുമില്ല. സത്യം നിലനിൽക്കണം. കാര്യം ഇത് ഗുരുദേവൻ്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ മേളിൽ ഇരിക്കുന്ന ഒരാളാണ്, ഇല്ലേ? അപ്പോൾ ഏറ്റവും വലിയ സമുദായമായ ഈഴവർ അവിടെ വഴി തെറ്റിയാൽ ഈ സംസ്ഥാനം തന്നെ വഴി തെറ്റിപ്പോവില്ലേ? അപ്പോൾ അതിനൊരു കറക്ഷനാണ്. അവിടെ ഒരു രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. കാര്യം BJP ആയിട്ടോ ഹിന്ദുസോ ആയിട്ടോ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. യെസ്, ആ ഫാക്ട്സ് നിൽക്കുമ്പോൾ തന്നെ അതിലെ വിശദാംശങ്ങളിലേക്ക് വരെ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ പിന്നീട് ഉണ്ടാകുന്ന ചില രാഷ്ട്രീയങ്ങൾ രാമൻപിള്ള അതായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുമുണ്ടാകും. ആ അവസ്ഥ നിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ സമുദായ അംഗങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുമ്പോൾ ഈ ഗവൺമെന്റ് സംവിധാനങ്ങളെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു ചിത്രവും ഇതിന്റെ മറ്റൊരു വെർഷനായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. സജീവൻ ഷാജി വെട്ടൂരാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമുക്കിതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് ഇപ്പോൾ വരേണ്ട കാര്യമില്ല. സാധാരണക്കാരായ സമുദായ അംഗങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, അവരെ ഉത്തമരാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി അങ്ങനെ തുടങ്ങുന്ന ഒരു പദ്ധതിയിൽ അവിടെ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് അടിവരയിടുകയാണ് കാര്യങ്ങൾ. 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് വിജിലൻസ് തന്നെ കണ്ടെത്തുന്നു. ഷാജി വെട്ടൂരാൻ ആ നിലപാട് അതിന് പുറത്തു നിന്നുകൊണ്ട് അടിവരയിടുമ്പോൾ ഏതു തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെയും കൂട്ടരുടെയും ഈ തട്ടിപ്പ് കഥകളെ കാണേണ്ടത്? ഷാജി വെട്ടൂരാൻ പറഞ്ഞ കാര്യങ്ങളോട് തുടർച്ചയായിട്ടൊരു കാര്യം പറയാം. ശ്രീനാരായണ ഗുരു പണ്ട് സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് സഹോദരൻ അയ്യപ്പൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ വലിയ പണക്കാരോടുള്ള ആഭിമുഖ്യമാണ് ശ്രീനാരായണ ഗുരുവിന് വിചാരിച്ചിട്ട് അദ്ദേഹം മനസ്സിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയിട്ട് ഗുരു പറയുന്നുണ്ട്, പണക്കാരുടെ അടുത്തുനിന്ന്, കാശുള്ള ആളുകളുടെ അടുത്തുനിന്ന് പണം വാങ്ങിയിട്ട് സാധാരണക്കാരെ സഹായിക്കണമെന്നാണ് ഗുരു പറഞ്ഞുള്ളത്. ഇവിടെ ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ, രാമപിള്ള പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഈ പണം അവർ സ്വയം സ്വരൂപിച്ച് അവരുടെ കയ്യിലുള്ള കാശല്ല ഇത് SNDP യോഗത്തിൻ്റെ പണവുമല്ല, SNDP യോഗത്തിൻ്റെയോ SN ട്രസ്റ്റിൻ്റെയോ പണവുമല്ല. ഈ പദ്ധതിയും SNDP യോഗത്തിൻ്റേതല്ല. മൈക്രോ ഫിനാൻസ് സ്കീം എന്ന് പറയുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് കേന്ദ്രം കൊടുക്കുന്ന തുച്ഛമായ പലിശയ്ക്ക് കിട്ടുന്ന ഈ കാശ് 2% മറ്റും കിട്ടുന്ന 5% വരെ കൊടുക്കാം. അപ്പോഴും 3% കയ്യിൽ കിട്ടും. ഇത് നടത്തിപ്പുകാർക്ക് കിട്ടും. അത് പോയിട്ട് 12% കൊടുക്കുന്നു എന്നത് വലിയ ശ്രീനാരായണ ഗുരുവിനെ ചതിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ചതിക്കുന്ന രൂപത്തിലുള്ള പരിപാടിയാണ്.
തീർച്ചയായിട്ടും ബാക്കി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ ശ്രീ രാമപിള്ളയെ പോലുള്ള ആളുകളൊക്കെ ഇതിന് എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇതൊരു ചതിയല്ലേ. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ ആര് ചെയ്താൽ, ഇപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ആര് ചെയ്താലും മുകൾ തട്ടിലോ താഴെ തട്ടിലോ ഉള്ള ആര് ചെയ്തു കഴിഞ്ഞാലും ഇതൊരു വലിയ ചതിയാണ്. ഇതിന് പിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് കിട്ടേണ്ട തുച്ഛമായ പലിശയ്ക്ക് കിട്ടേണ്ട കാശ് അത് അവന് കിട്ടുന്നതിന് പകരം ഇതുപയോഗിച്ച് മറ്റ് പല കാര്യങ്ങളിലേക്കും പോകുന്നു. ഇങ്ങനെ ഇതൊരു സാമൂഹ്യ വിപത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരു അന്വേഷണം എന്നത് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള മറ്റെന്ത് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു ധാർമ്മികമായ കടമയാണ് ഇപ്പോൾ ഇവിടെ അന്വേഷണം നടക്കുന്നത്. ആര് വെട്ടിച്ചോ എന്നുള്ള കാര്യത്തിലൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, അത് തെളിവ് സഹിതം പുറത്തു വരേണ്ട കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ 80 ലക്ഷത്തിലേറെ തുക ഇവിടെ വെട്ടിപ്പ് കണ്ടിട്ടുണ്ട്. ഇന്ന് കോടതിയുടെ വിധി വന്നതിന് ശേഷം ഈ അഭിഭാഷകൻ തന്നെ പറഞ്ഞത് കോടികളുടെ അഴിമതിയും മറ്റും ഇനി പുറത്തു വരാനിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചേക്കാം. അതല്ലെങ്കിൽ എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ള 80 ലക്ഷത്തിൻ്റെ തട്ടിപ്പുണ്ടല്ലോ. ഈ വെട്ടിപ്പ് ഇത് സാധാരണക്കാരന് നന്നാക്കാനല്ലല്ലോ, ഇതാരെല്ലാമോ കാശ് അടിച്ചു മാറ്റി പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഏർപ്പാടാണ്. അത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിപത്താണ്. ആ സാമൂഹ്യ വിപത്തിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. യെസ്, ആ സാമൂഹ്യ വിപത്ത്, അതിൽ രാഷ്ട്രീയ സംരക്ഷണം ആര് കൊടുക്കാൻ തീരുമാനിച്ചാലും അത് ഏതു തരത്തിൽ ന്യായീകരിക്കപ്പെടും. അതിൻ്റെ അവസ്ഥകളിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് BRM ഷഫീർ, ഇത്തരം ഷാജി വെട്ടൂരാനും അതോടൊപ്പം തന്നെ A സജീവനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഒക്കെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഈ വൈകൃതത്തെ കൃത്യസമയത്ത് തിരിച്ചറിയാനും നടപടിയെടുക്കാനും കഴിയാത്തൊരു സർക്കാർ കേരളം ഭരിക്കുന്നു. ഇതാണ് ചോദ്യം അല്ലേ? ബഹുമാനായ ശ്രീ രാമപിള്ള സാറ് പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി പുതിയൊരു ബാന്ധവം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസും CPM കൂടി ചെയ്തു എന്ന് വരുത്താനാണ് രാമപിള്ള സാർ ശ്രമിച്ചത്. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ അവിടെ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന് പുറമെ 2014 ഫെബ്രുവരി മാസം 22-ാം തീയതി 2014 ഫെബ്രുവരി മാസം 24-ാം തീയതി ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കാൻ ആലോചിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ DYSP വിജിലൻസ് KR വേണുഗോപാൽ കൊടുത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കൃത്യമായി കുറ്റക്കാരായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, 5 കോടി രൂപ പിന്നോക്ക കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്തു, 1.5 കോടിയെ കൊടുത്തുള്ളൂ, ബാക്കി പലതും തട്ടിപ്പ് നടത്തി. പല സംഘങ്ങളിലുമുള്ള ആളുകൾ അറിഞ്ഞത് തന്നെ ധനലക്ഷ്മി ബാങ്കിനെ പോലുള്ള ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് 2006 മുതൽ 2010 വരെ 3,22,00,000 രൂപയുടെ ലാഭം വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിന് മാത്രം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ ഇവിടെ ആര് സംരക്ഷണം കൊടുത്തു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞങ്ങൾ ആദ്യമേ തന്നെ പറയാം, ആരോപണം ആദ്യം പുറത്തു വന്നത് തൃക്കരിപ്പൂർ യൂണിയനിൽ നിന്നാണ്. തൃക്കരിപ്പൂർ യൂണിയനിൽ ഇതുപോലെ വെട്ടിപ്പ് നടന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഉടൻ തന്നെ യൂണിയൻ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ, വ്യക്തമായി പേരുൾപ്പെടെ പറയാം, ഉദിനൂർ സുകുമാരനെതിരെ ചീമേനി പോലീസ് 250 ചീമേനി പോലീസ് സ്റ്റേഷൻ ക്രൈം 250/2015 ഫസ്റ്റിൽ ക്രൈം രജിസ്റ്റർ ചെയ്തു. ഉടൻ തന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നു, മണ്ണുത്തിയിൽ ഇതുപോലത്തെ തട്ടിപ്പ് പുറത്തു വന്നു. മണ്ണുത്തിയിൽ ശ്രീ MN പവിത്രൻ്റെയും ജയാനന്ദൻ്റെയും നേതൃത്വത്തിലാണ് യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ് റിപ്പോർട്ട് പോലീസിൽ. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയും ഈ കോടതി കണ്ടെത്തിയ 4 പേർക്കെതിരെ നടപടിയുടെ ആവശ്യമില്ല എന്നാണ് പിന്നെ ഏത് തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ? ഇത് BRM ഷഫീർ ഇപ്പോൾ വാദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ വാദിച്ച കാര്യങ്ങളാണ്. അതായത് എപ്പോഴെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ 16 കേസുകൾ കേരളത്തിലുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇവിടെ വെള്ളാപ്പള്ളി കുറ്റക്കാരനാകുന്നു നമ്മൾ പറയാൻ കാരണം എന്താണ്? വിജിലൻസ് കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞെന്താ, ഈ യൂണിയനിൽ വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത മുഴുവൻ അപേക്ഷകളിലും NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് വെള്ളാപ്പള്ളിയാണ്. അഥവാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അഫിലിയേഷൻ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുള്ളത് ആരുടെ പേരിലാണ്? വെള്ളാപ്പള്ളിയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കുവാൻ ആർക്ക് കഴിയില്ല? വെള്ളാപ്പള്ളിക്ക് കഴിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോൺഗ്രസ് ഈ തരത്തിലാണ്. അദ്ദേഹം KPCCയുടെ മീഡിയ സെൽ അംഗമാണ്. അഡ്വക്കേറ്റ് BRM ഷഫീർ, അദ്ദേഹം വസ്തുതകൾ കണക്കായി പേരുകളായി അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോഴും പ്രതിപക്ഷ നേതാവിന് ഒരു ഹർജിയുമായി കോടതിയിൽ പോകേണ്ടി വന്നു. വിജിലൻസിന്റെ ഈ ക്രമക്കേട് സംബന്ധിച്ച് രഹസ്യ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടാൻ. അത് പ്രതിപക്ഷം ആ നിലപാടെടുക്കുമ്പോൾ അഡ്വക്കേറ്റ് BRM ഷഫീർ മറ്റൊരു രാഷ്ട്രീയം അതിൽ കണ്ടെത്തുമ്പോൾ വസ്തുതകൾ ഏതു തരത്തിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇതിലല്പം രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല.
കാരണം വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാട് ഇപ്പോഴത്തേതായിരുന്നില്ല, കുറച്ച് മുമ്പുള്ള കാലത്തേതായിരുന്നുവെങ്കിൽ ഈ UDF സർക്കാർ, കേരളത്തിലെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ അന്വേഷണവുമായിട്ടൊന്നും മുന്നോട്ട് പോവില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിൽ അല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇത് വസ്തുതാപരമായി ശരിയായ ആക്ഷേപം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത് എന്നതിന് തെളിവാണല്ലോ തൃക്കരിപ്പൂർ മുതലുള്ള 14 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. അപ്പോൾ ഇതിൽ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ പരസ്യമായി ഒരു പബ്ലിക് ഡൊമൈനിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. നാമമാത്രമായ 2% പലിശയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പണം, അത് പലർക്കും പണം നൽകിയിട്ട് പോലുമില്ല, നൽകിയവർക്ക് തന്നെ 10% അധിക പലിശയ്ക്ക് നൽകിയിരിക്കുന്നു. ഇതൊക്കെ വളരെയേറെ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിന് ബോധ്യമായ കാര്യങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ, എപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വരുന്നത് ശത്രുക്കളാകുമ്പോഴാണ്. അവർ ഒരു കൂട്ടുകമ്പനി നടത്തുമ്പോൾ അതൊന്നും പുറത്തു വരാറില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനെ സഹായിച്ചിട്ടുണ്ടാകാം, അതിലൊന്നും തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ വിജിലൻസ് നടത്തിയ സ്വകാര്യമായ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയ വിവരങ്ങൾ അത് കോടതിയെ ധരിപ്പിച്ചു, കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇതിൽ നമുക്ക് രാഷ്ട്രീയം കണ്ടെത്താൻ കഴിയില്ല. അത് എന്ന് മാത്രവുമല്ല, ശ്രീ രാമപിള്ള പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ കോടതി തെളിയിക്കട്ടെ. പക്ഷേ വെള്ളാപ്പള്ളിക്ക് SNDP യോഗാധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. കാരണം ഈ സ്കീം പ്രകാരം പണം എടുത്തിരിക്കുന്നതും അതിന് ആവശ്യമായ ഉറപ്പുകൾ നൽകിയിരിക്കുന്നതും SNDP ആണ്, വെള്ളാപ്പള്ളിയാണ്. ഇവിടെ തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യക്തിപരമായി വെള്ളാപ്പള്ളിയും കുടുംബവും പണാപഹരണം നടത്തി ലാഭമുണ്ടാക്കി എന്ന് തന്നെ വിശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകം പുറത്ത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. യെസ്, ഷാജി വെട്ടൂരാൻ, രാമൻപിള്ളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ BRM ഷഫീർ കണക്കുകൾ അടക്കം പറയുകയാണ്, കേസെടുക്ക കണക്ക്. ഒരുപക്ഷെ ഞാൻ അത് കൃത്യമായി അദ്ദേഹം പറയുന്നത് കണക്കാക്കുകയാണെങ്കിൽ കോടതിയിൽ വെള്ളാപ്പള്ളിയുടെ അഭിഭാഷകൻ ഏതു തരത്തിലൊക്കെ വാദിച്ചോ, ഇന്ന കേസുകൾ, ഇന്ന രീതി, ഇതിലെങ്ങനെയാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് വരിക. ഇപ്പോൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെ 4 പേർക്കെതിരെ എന്ന് പറയുമ്പോൾ യോഗം പ്രസിഡന്റിനെതിരെ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ MN സോമൻ. അതോടൊപ്പം മൈക്രോ ഫൈനാൻസ് കോർഡിനേറ്റർ KK മഹേശ്വരനെതിരെ അന്വേഷണം വേണമെന്ന് പറയുന്നു. പിന്നാക്ക കോർപ്പറേഷൻ മുൻ MD N നജീബ്. ഇത്രയ്ക്ക് ക്ലിയർ കട്ടാണ് വിജിലൻസിന് മുന്നിൽ. അപ്പോഴും ഈ ഷഫീർ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ തട്ടിപ്പിന്റെ ഒരു സ്വരം വെള്ളാപ്പള്ളിയൊക്കെ മറ്റൊരു ഫിഗറായി, മറ്റൊരു രാഷ്ട്രീയ ഇമേജായി ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും തകർക്കാൻ കഴിയാത്ത അടിസ്ഥാന ജനവിഭാഗത്തെ സേവിക്കുന്ന ഉദ്ദേശശുദ്ധിയുടെ പര്യായമായ ഒരു വെള്ളാപ്പള്ളിയും കൂട്ടുകാരുമാണ്. അങ്ങനെയാണെങ്കിൽ വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ മുഴുവൻ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ഈ കൂട്ടർക്ക് കഴിയുമോ ഷാജി? ഒരിക്കലും പറ്റില്ല. കാര്യം ഈ ഇഷ്യൂ വരുന്നതിന് മുമ്പാണ് വിജിലൻസ് സ്വയമായിട്ടെടുത്ത് ഈ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത് പല കാരണത്താൽ മുക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇഷ്യൂ വന്നപ്പോൾ ഇതെല്ലാം കൂടെ പൊങ്ങി വന്നതാണ്. ഞങ്ങൾ ഈ സംഘടനയിൽ നിന്ന ആൾക്കാരാണ്. ഈ മൈക്രോ ഫണ്ടിങ് ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഞാനാണ് കൊണ്ടുവരാനും. ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് ആ മൈക്രോ ഫണ്ടിങ് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തരുന്നതും മോഹൻ ശങ്കറിനെ അതിൽ വെക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ സ്കീം വ്യക്തമായിട്ട് നമുക്കറിയാം. കാര്യം നമ്മൾ പാവപ്പെട്ട വനിതകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഫിനാൻസിങ് പ്രോഗ്രാമാണ്. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ എവിഡൻസാണ്. ഇതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. കാര്യം ഇവിടെ സാധാരണ ഒരു FIR എടുക്കുന്ന പോലെ അല്ല, വിജിലൻസ് ക്ലിയർ കട്ട് എവിഡൻസോടെ വെച്ചിരിക്കുകയാണ് സാധനം. അത് കോടതി അന്വേഷിക്കട്ടെ, ഒന്ന് ഡീറ്റെയിൽ പാരാമീറ്റേഴ്സ് മുഴുവനും കംഫർട്ടബിൾ ആക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കോടതിയുടെ അത്തരം തെളിവുകളുടെ കാര്യത്തിലാണ് നമ്മൾ ഒരു മാധ്യമം അതിന്റെ ചർച്ചകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ കോടതിയുടെ പരിപ്രേക്ഷ്യമൊന്നും കൃത്യമായി നാം പാലിക്കാൻ പറ്റില്ല. കാരണം പല ആൾക്കാരും പരാതിയുമായി മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ്, ഞങ്ങൾ തട്ടിപ്പിന് വിധേയരായി എന്ന് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം മാധ്യമ ചർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കോടതി അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് വരട്ടെ, അവിടെ കുറ്റക്കാരനാണോ കുറ്റക്കാരനാകില്ല എന്ന് പറയാം. മൈക്രോ ഫൈനാൻസിൽ സാധാരണക്കാരായിട്ടുള്ള തട്ടിപ്പിനിരയായ ആൾക്കാരുടെ കഥ ഒരുപക്ഷെ താങ്കൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും. 100% പറയാൻ പറ്റും. കാര്യം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫണ്ടിങ് മാത്രമാണ്. ബാക്കിയുള്ള ബാങ്ക്സ് കൊടുത്ത ഫണ്ടിങ്ങും ഉണ്ട്. അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കള്ള പരിപാടിയല്ല. ഇറ്റ്സ് പ്യൂർലി എ ഡെക്കോയിറ്റി. പാവങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ ഡെക്കോയിറ്റ് പോലെ ചെയ്യുന്ന ഒരു ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. സത്യമാണെങ്കിൽ ഇത് വെളി വരും. സത്യമാണെന്ന് ഞാൻ 100% വിശ്വസിക്കും. ഞങ്ങളൊക്കെ സംഘടന നിന്നവരാണ്. ഞങ്ങൾ തുടക്കത്തിൽ ഇത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. വെള്ളാപ്പള്ളി ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞ്. പക്ഷെ എല്ലാവരുടെ അടുത്ത് നമുക്ക് നന്ദിയുണ്ട് ഈ സ്റ്റേജിൽ വന്നത്. കാര്യം ഗുരുദേവൻ ഇരുന്ന പ്രസ്ഥാനത്തിൽ ഹീ ഷുഡ് റിസൈൻ ഇമ്മീഡിയറ്റ്ലി.
അല്ല വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അല്ല കള്ളനെ പോലെ ഏത് കള്ളനായാലും പൈസ മോട്ടിച്ചാലും എന്തു പറഞ്ഞാലും പറയും ഞാൻ കുറ്റക്കാരനല്ലെന്ന് പറയും. ഇന്ന് ഒരു മർഡർ കേസിൽ നമ്മൾ വിധി കണ്ടല്ലോ. ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് വേർഡിക്റ്റ് കെയിം ഹി വാസ് ക്ലീൻ. വേർഡിക്റ്റ് വന്നല്ലോ. ഇതിപ്പോൾ വേറെ കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ദ വേർഡിക്റ്റ് വിൽ കം പെർഫെക്റ്റ്ലി വെൽ. അത്തരം സാഹചര്യങ്ങളാണ് SNDP ഈ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വരുന്ന കൃത്യമായ അതായത് തട്ടിപ്പിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നിയമം തന്നെ അത്തരത്തിൽ സംരക്ഷണം നൽകുന്നുണ്ട്. ഒരു വെർഡിക്റ്റ് വരുന്നത് വരെ ആരോപിതനാകുന്ന വ്യക്തി അല്ല എന്ന് പറഞ്ഞോട്ടെ. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ വരുന്നു. കോടതി അത് അടിസ്ഥാനമാക്കുന്നു. അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഇത്തരം കുറ്റവാസനകളുടെ കുറ്റകരമായ അവസ്ഥകളുടെ സംരക്ഷണം രാഷ്ട്രീയ മേലങ്കിയായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ടോ? അതിനെ വെള്ളാപ്പള്ളി നടേശൻ എത്രമാത്രമാണ് ഉപയോഗിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിൽ പ്രഥമ ദൃഷ്ട്യാ 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് വിജിലൻസ് തന്നെ കണ്ടെത്തുമ്പോൾ രാമൻപിള്ളയിലേക്ക് ശ്രീ രാമൻപിള്ള പൊതുവെ ഉരുത്തിരിയുന്നു. ഇപ്പോൾ ഷാജി വെട്ടുരാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു. ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ കോടതി അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വരട്ടെ. രണ്ടാമത്തൊരു വിഷയത്തിലേക്ക്, എപ്പോഴും ഈ കുറ്റവാളികൾക്കെല്ലാം സംരക്ഷണം ഒരുക്കുക നമുക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലം അതിന് അനിവാര്യമാകുന്നുണ്ട്. ഇന്നലെ വരെ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാട് എവിടെയായിരുന്നു? അതിനപ്പുറത്തേക്ക് BJP വരുമ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഈ വെള്ളാപ്പള്ളി ഉള്ള ശ്രമത്തെ വെള്ളപൂശുന്നത് എത്രമാത്രം അഭികാമ്യമായിരിക്കും രാമൻപിള്ള? ഒരു കാര്യം വ്യക്തമാണ്, ഷഫീഖ് പറഞ്ഞ പോലെ ഈ 2014 തന്നെ വിജിലൻസ് കണ്ടെത്തിയതാണ് ഈ ക്രമക്കേടെന്ന് പറഞ്ഞു. ഈ 2014 2015 ഈ വിജിലൻസ് കണ്ടെത്തിയ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എന്ത് ആക്ഷൻ എടുത്തു, ഈ വിജിലൻസ് എന്ത് ചെയ്തു എന്നുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അവിടെയാണ് രാഷ്ട്രീയം വരുന്നത്. അപ്പോൾ അന്നത്തെ ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്നപ്പോൾ വെള്ളാപ്പള്ളി ശുദ്ധനാണ്. വെള്ളാപ്പള്ളിയെ പറ്റി ഒരു കേസും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നിലപാടിലൊരു മാറ്റം വരുത്തിയപ്പോൾ അദ്ദേഹം പ്രതിയായി കേസ് കൊടുത്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. കേസെടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായ നിയമത്തിൻ്റെ വഴിക്ക് അത് തന്നെയാണ് ശരി. ഇതിൽ രാഷ്ട്രീയ ഇടപെടലിൻ്റെ യാതൊരു പ്രസക്തിയില്ല ഒരു പാർട്ടിക്കും. ഇപ്പം BJP ഉൾപ്പെടുന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം പോകുന്നതെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ഇവിടുത്തെ പാർട്ടി ഘടകമോ അദ്ദേഹത്തെ പ്രത്യേകിച്ച് സംരക്ഷിക്കാൻ പോകേണ്ട കാര്യവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ, അതൊക്കെ കോടതിയുടെ നടപടി. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികളും ഇടപെടരുത്. കഴിഞ്ഞ 2 വർഷം ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് രാഷ്ട്രീയമായി സംരക്ഷണം കൊടുത്തപോലെ കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കാനും മുതിരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നു, അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അവിടെ കേന്ദ്രമന്ത്രി സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ ആ ചങ്ങാത്തത്തെ താങ്കൾക്ക് കൃത്യമായി അംഗീകരിക്കാൻ അങ്ങനെ അത് ഞാൻ വസ്തുതാപരമാണെന്നുള്ള അഭിപ്രായമില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പുതിയ വാർത്തകൾ വിടാറുണ്ട്. പലതും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോഴും അദ്ദേഹം അമിത്ഷായെ കാണുന്നു. അതിനെന്താ? അതിന് സംസ്ഥാന ഘടകം കൂട്ടുപിടിക്കും. സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടെ പോകുന്നു. അമിത്ഷായെ കണ്ടതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുന്നതോ അല്ല പ്രശ്നം. അമിത്ഷാ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ തെറ്റായ നടപടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെന്താ? യെസ്, ഷാജി വെട്ടുരാൻ, താങ്കൾക്കായിരിക്കും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വെള്ളാപ്പള്ളിയെ അടുത്തറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിലൊരു രാഷ്ട്രീയം, അത് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷയുടെ രാഷ്ട്രീയം വെള്ളാപ്പള്ളി വച്ചു പുലർത്തുന്നുണ്ടോ? അതാണോ കുമ്മനം രാജശേഖരനെ അടക്കം കൊണ്ടുപോയി BJPയെ കൂട്ടുചേർപ്പിക്കുക, ഏറ്റവും എന്നും ചർച്ചയിൽ ലൈവായി നിൽക്കുക, ആവശ്യങ്ങൾ ഉന്നയിക്കുക, അതൊരു തന്ത്രമാണ്? വെള്ളാപ്പള്ളിയുടെ തന്ത്രം 19 കൊല്ലമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഞങ്ങൾ കോടതി പോലും ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ കേസ് 8 ഹൈക്കോടതി ജഡ്ജന്മാരാണ് കേൾക്കൂലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. 8 ഹൈക്കോടതി ജഡ്ജന്മാർ. ശരിക്കും ചീഫ് ജസ്റ്റിസ് പറയുന്ന അനുസരിച്ച് സുപ്രീം കോടതി പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കണേ, അവർ ജോലി മാറിപ്പോണം വേണ്ടേ? നീതി എവിടെ കിട്ടുന്നത്? ഈ പാവപ്പെട്ട രാഷ്ട്രീയക്കാരെ പറയുന്നതും കാട്ടി ഹീസ് എ ഡെക്കോയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, ഈസ് എ വെൽ പ്ലാൻഡ് മാൻ. അപ്പോൾ ആരെ കണ്ണിലും പൊടി കിട്ടും. അപ്പം നമ്മൾ കൂടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത്.
അപ്പോൾ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഹി വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് വേസ് ടു ഗെറ്റ് ഔട്ട്. ഇപ്പോൾ BJP കൂടെ ചേർന്നത് റീസൺ സിമ്പിളാണ്, രക്ഷപ്പെടൽ. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ. അല്ല സമുദായത്തിനെ നന്നാക്കാനോ അടിവരയിടുന്നത് സമുദായത്തിനെ നന്നാക്കാൻ 19 കൊല്ലമായിട്ട് സമുദായത്തിനെ നന്നാക്കി നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ SNDP യോഗത്തിൻ്റെ 28 ലക്ഷം മെമ്പേഴ്സിന് വോട്ട് കൊടുത്തിട്ട് ഫേസ് ചെയ്യണോ ആണിനെ പോലെ വേണ്ടേ? അല്ല വെറും 10,000 വരെ വെച്ചിട്ട് അതിൽ നിന്ന് 3,000 വരെ കൊണ്ടുവന്ന് ഇലക്ഷൻ സമയത്ത് സംസാരിക്കുമ്പോൾ ഒരു എലിയെ പോലെ സംസാരിക്കും, ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ സിംഹത്തിനെ പോലെ സംസാരിക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി വരുന്ന വീട്ടിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കണിച്ചുകുളങ്ങര, അവിടെ മോർ ദൻ 75% ഈഴവരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു പഞ്ചായത്ത് വാർഡാണ്. ആ വാർഡിൽ പോലും വെള്ളാപ്പള്ളിയുടെ ഇതുകൊണ്ട് ജയിപ്പിക്കാൻ ഒരു കാൻഡിഡേറ്റിന് പറ്റിയിട്ടില്ല. നമ്മുടെ സമുദായത്തിനെ നന്നാക്കി നമ്മൾ കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് ഓൺലി എ പ്യുവർ ഈ ഗിമിക്കും ഡെക്കോയിറ്റിയും വരുമ്പോഴാണ്, അതായത് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ഫണ്ട് അത് അട്ടിമറിക്കപ്പെടുന്നു. 2% പലിശ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് 5% വരെ പോകാവുന്ന ഇത് 18 മുതൽ 20. അതോടൊപ്പം വ്യാജ മേൽവിലാസം സൃഷ്ടിക്കപ്പെടുന്നു, വ്യാജമായ കത്തിടപാടുകൾ നടത്തുന്നു. ഇതൊക്കെ ഏറ്റവും ഭീകരന്മാർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് വെള്ളാപ്പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ന് കൃത്യമായി പറയുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. 100%. ആ തെളിവുകൾ താങ്കൾക്ക് അടുക്കമുള്ള താങ്കളുടെ അടുപ്പക്കാരുമായി ബന്ധപ്പെട്ടും വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. ആ തെളിവുകളാണ് ഡെഫിനറ്റ്ലി പല ഘട്ടത്തിൽ വെളിയിൽ വന്നത്. ശരിക്കു പറഞ്ഞാൽ ബെനിഫിഷ്യറിക്ക് വേണം ലോൺ കൊടുക്കേണ്ടത്. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റിനാണ്. നാളെ ആ സമ്പത്ത് അടച്ചില്ലെങ്കിൽ ഈ പാവപ്പെട്ട വനിതകളാണ് തിരിച്ചടക്കേണ്ടത്. ഇവിടെ ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന SNDP യോഗത്തിൻ്റെ ആണ്. NOC എന്നാണ് പുള്ളി പറയുന്നത്. തുടക്ക സമയത്ത് NOC പറഞ്ഞു, ഇപ്പോൾ പറയുന്ന യൂണിയൻകാരെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ശരിക്ക് താഴെ തട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ച് ബാങ്കിലാണ് കൊണ്ടു അടയ്ക്കുന്നത്. അവർ ബാങ്കിലാണ്. അപ്പോൾ ഈ പാവപ്പെട്ട വനിതകൾക്ക് ഇതിനെപ്പറ്റി തട്ടിപ്പറിയില്ല. അവർ 12% ബാങ്കിൽ അടയ്ക്കുന്നു. അത് പിന്നെ ശാഖയിൽ പോകുന്നു, യൂണിയനിൽ പോകുന്നു, നേരെ യോഗത്തിൽ പോകുന്നു. അവിടെ നിന്നാണ് ഈ സ്പ്ലിറ്റ് ഓഫ് ചെയ്യുന്നത്. സോ ഹീസ് 100%. ഇനിയിപ്പോൾ പുള്ളി പൈസ എടുത്തില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം കാര്യം, ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ബിഗ് ഓർഗനൈസേഷൻ. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറാൻ പറ്റുമോ? ഒരിക്കലും മാറാൻ പറ്റുമോ? അതും പാവപ്പെട്ടവരുടെ. ഇപ്പം നേരത്തെ മിസ്റ്റർ സജീവ് പറഞ്ഞ പോലെ പാവപ്പെട്ട സമ്പത്തുള്ളവരെ ഇന്ന് താഴോട്ട് വാങ്ങിച്ചു കൊടുക്കാനാണ്. ശരിക്കും ഒരു സംഘടനയിൽ വേണ്ട സത്യസന്ധമായ ആൾക്കാരും മാന്യതയുള്ള ആൾക്കാരാണ്. ഈ മാന്യത എന്ന് പറഞ്ഞാൽ വെറും സമ്പത്തോ പഠിത്തമുള്ള ആൾക്കാർ മാത്രമല്ല, മാന്യനായിരിക്കണം. എന്നാലേ സംഘടനയിൽ വരാൻ പറ്റുള്ളൂ. ഇത് രണ്ടും വെള്ളാപ്പള്ളിക്ക് ഉണ്ടോയെന്ന് നമുക്ക് ചോദിക്കണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഷാജി വെട്ടൂരാൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്. രാമൻപിള്ള പറയുന്ന തലത്തിലേക്ക് ഒരു BJP സർക്കാർ, NDA സർക്കാർ ഈ അവസ്ഥകളെ അതിൻ്റെ സംഘടനാപരമായ നേതാവാകട്ടെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന നേതാവാകട്ടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. ആ ഒരു രാഷ്ട്രീയം വെള്ളാപ്പള്ളി തന്ത്രപരമായി കൊണ്ടുപോവുകയാണെങ്കിൽ ഷാജി വെട്ടൂരാൻ ചൂണ്ടിക്കാണിക്കുന്നു 2% പലിശയ്ക്ക് കൊടുക്കേണ്ടത് 5-നും 8-നും വരെ പോകേണ്ടത് 13-നും 18-ലേക്കും 20-ലേക്കും പോകുന്നു. വ്യാജ മേൽവിലാസം ചമയ്ക്കുന്നു, വ്യാജ പേരുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഷാജി വെട്ടൂരിന്റെ വാക്കുകളിൽ ഡെക്കോയിറ്റി എന്ന പദമാണ്. രാഷ്ട്രീയത്തിലും ഈ വാക്കുകളെ കൂട്ടിച്ചേർത്താൽ എങ്ങനെ കാണാൻ കഴിയും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ 2 വാക്കുകൾ കേട്ടു. പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു എന്ന് കേട്ടു, ഡാക്കോയിറ്റ് എന്ന് കേട്ടു. ഡാക്കോയിറ്റ് എന്നത് കുറെ കൂടി ആപ്റ്റായൊരു പ്രയോഗമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പാവങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് സമ്പാദിച്ച പണം അവർക്ക് നൽകാതെ സ്വന്തം പോക്കറ്റിലാക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം ആ പാവങ്ങളുടെ പേരിൽ തന്നെയാണ്. ജപ്തി നോട്ടീസ് കിട്ടിയിരിക്കുന്നത് ആ പാവങ്ങൾക്കാണ്. അവിടെ തെളിവ് എവിടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്ന് പറയാം. അത് ശരിയുമാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇരകൾ കേരളത്തിലുണ്ട്. ഈ തട്ടിപ്പിന് വിധേയരായ ഇരകൾ കേരളത്തിലുണ്ട്. അവർക്ക് പരാതിയുണ്ട്, അവർക്ക് ആക്ഷേപമുണ്ട്. അതുള്ളിടത്തോളം കാലം ഈ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ആരോപണങ്ങൾ തെറ്റല്ല എങ്കിൽ അതിന് ഉത്തരവാദി ആര്? അതിന് ഉത്തരവാദിയായി നമ്മൾ വെള്ളാപ്പള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് നിയമപരമായി ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്ന് കോടതി പറയട്ടെ. പക്ഷേ SNDP എന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു സമുദായ സംഘടനയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയമായൊരു മേലങ്കി കൂടി അണിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഈ രീതിയിൽ കളങ്കിതനാകാമോ എന്ന ചോദ്യമുണ്ട്.
അത് ഒരു സമുദായം മൊത്തമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനം ചെയ്ത സ്ഥിതിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനും ആ ചോദ്യം ചോദിക്കുന്നതിനുള്ള ബാധ്യതയുണ്ട്. ഈ നവമായ BJP ബാന്ധവം കൊണ്ട് അദ്ദേഹത്തിന് ഈ കറ കഴുകിക്കളയാൻ കഴിയില്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, സജീവൻ, അത്തരത്തിൽ തന്നെയാണോ? ഷാജി വെട്ടൂരൻ അടക്കമുള്ളവർ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെള്ളാപ്പള്ളിക്ക് ഒരു പുതിയ കവചമായി, പുതിയ രക്ഷപ്പെടലിന്റെ തത്വശാസ്ത്രമായി രാമൻപിള്ള പറയുന്നുണ്ട്. അത് സാധ്യമാകില്ല, സാധ്യമാകാൻ പാടില്ല. പക്ഷേ രാമൻപിള്ളയുടെ ഈ ശക്തമായ വാക്കുകളെ BJP സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം കേന്ദ്ര നേതൃത്വവും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ? അതിനപ്പുറത്തെ ഇടപെടലുകളെ താങ്കൾ ഏതു തരത്തിൽ കാണും? ഒരു രാഷ്ട്രീയ പാർട്ടി പുതിയ ഒരു ബാന്ധവം ഉണ്ടാക്കുമ്പോൾ, പുതിയൊരു സഖ്യം ഉണ്ടാക്കുന്ന സമയത്ത് ആ സഖ്യത്തിലേക്ക് കൂട്ടാൻ പറ്റിയ വ്യക്തിയാണോ അല്ലെങ്കിൽ കൂട്ടാൻ പറ്റിയ പ്രസ്ഥാനമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ബി ജെ പിയെ പറ്റി നമ്മൾ എന്തെല്ലാം രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം വിരോധങ്ങൾ പറഞ്ഞാലും കുറേ കാലമായിട്ട് ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. അവരുടെ ബാക്കിയെല്ലാം ഇത് സാമുദായികമോ മതപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായാൽ പോലും അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി പുതിയതായിട്ട് ചേർക്കുമ്പോൾ, ഇതുവരെ രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു വ്യക്തി കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചു. ഇത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഈ കേരളത്തിലുള്ള മൊത്തം ഈഴവരുടെയും തീയരുടെയും ബില്ലവരുടെയും കണക്ക് വെച്ച് കാണിച്ച് SNDP യോഗത്തിൻ്റെ മുഴുവൻ വോട്ടും ഇവരുടെ മുഴുവൻ അംഗസംഖ്യയും SNDP യോഗത്തിൻ്റെ വോട്ടായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു കണ്ണിൽ പൊടിയിടലിലൂടെയാണല്ലോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൂടാതെ മറ്റ് പ്രസ്ഥാനങ്ങളെ ഹിന്ദു മതത്തിൽപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളെയും കൂട്ടുപിടിക്കുന്നു. ഇങ്ങനെ പിടിച്ചു വരുന്ന വ്യക്തി രാഷ്ട്രീയമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ? ഒപ്പം കൂട്ടിയാൽ തങ്ങൾക്ക് ബാധ്യതയായി മാറുമോ എന്ന് ചിന്തിക്കേണ്ടത് BJP ആണ്. അതവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതല്ലാതാവുമ്പോൾ ഇതിനെ ഇപ്പോൾ ശ്രീ രാമൻപിള്ള പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ ശരിയാണ്, ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ കുറ്റക്കാരനാവുന്നത്, അതുവരെ പ്രതി മാത്രമാണ്, ആരോപണ വിധേയനാണെന്നൊക്കെ സത്യമാണ്. പക്ഷേ ഏതാണ്ട് ഇങ്ങനെയൊക്കെ കളങ്കിതമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം, അത് അമിത്ഷായും മോദിയും ഒക്കെ നേരിട്ടാണ് ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യത, അത് വെള്ളാപ്പള്ളി അവിടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാറി മാറി പറയുന്നത് വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ആർക്കും വെക്കാമെന്ന് പറയുന്ന ഈ മുച്ചീട്ട് കളിയിലെ പ്രയോഗം പോലെ ആർക്കും വരാമെന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അതും ഒരു വിലപേശലാണ്. കാരണം തന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ കുറേ വോട്ട് തൻ്റെ കയ്യിലുണ്ട്, അതുമായി സഹായിക്കാം, അതല്ലെങ്കിൽ ഉപദ്രവിക്കും എന്നുള്ളൊരു ഭീഷണി. ഇത്തരം കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും ഈ സാമ്പത്തികമായ വെട്ടിപ്പായിട്ടും അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും കാണണം. അതല്ലാതെ സാമ്പത്തിക വെട്ടിപ്പുകളെ സംരക്ഷിക്കാനോ അതിനു നേരെ കണ്ണടയ്ക്കാനോ ഒക്കെയുള്ള ഒരു രീതി വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും മലീമസമാവുന്നത്, അതോടൊപ്പം തന്നെ സാമുദായിക പ്രസ്ഥാനങ്ങളും മലീമസമാവുന്നത്. ആ ഒരു അവസ്ഥയിൽ വെള്ളാപ്പള്ളിക്ക് മുന്നിൽ ഇനി ഉയരുന്ന വഴികൾ, ഇപ്പോൾ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ നിയമപരമായും രാഷ്ട്രീയപരമായും ഇനി ഈ കേസും ഈ വിഷയവും ഏതു തരത്തിൽ മുന്നേറും? ഷാജി വെട്ടൂരാനിലേക്ക് വരുന്നതിന് മുമ്പ് രാമൻപിള്ളയിലേക്ക് സജീവൻ പറഞ്ഞു നിർത്തിയത് അതാണ് രാഷ്ട്രീയപരമായ ചില തന്ത്രങ്ങൾ, അത് സമ്പത്തിന്റെ തട്ടിപ്പുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ഇത് തിരിച്ചറിയപ്പെടേണ്ടതല്ലേ ഇന്നത്തെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് വിജിലൻസ് കണ്ടെത്തിയ കേസുകളിൽ അതിലൊന്നും തന്നെ കോടതിയിൽ എത്തിയിട്ടില്ല. അതിന് ഉത്തരവാദി ആരാണ്? അതിലെന്തായാലും ഇത്തരത്തിൽ പുതിയ രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണമല്ലല്ലോ. അപ്പോൾ പുതിയ രാഷ്ട്രീയ ബന്ധം, BJPയുമായിട്ടുള്ള ബന്ധം, BJP ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള യാതൊരു തെളിവുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ആ കാര്യം ചർച്ച ചെയ്യാം. അല്ല, അദ്ദേഹം പറയുന്ന ഇപ്പോൾ സജീവൻ പറഞ്ഞത് കുറച്ചെങ്കിലുമുള്ള തൻ്റെ വോട്ടുകൾ അത് 50 ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കണക്കിൻ്റെ ഒരു ഗിമിക്ക്, നേരത്തെ ഷാജി വെട്ടൂരാൻ ഗിമിക്ക് എന്ന വേർഡ് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പം ഞാനീ പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട കാര്യങ്ങളാണ്. 2 വർഷം ഉണ്ടായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുകൾക്ക് എന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ പുറത്തു വരേണ്ട ഒരു കാര്യം. അതിനെപ്പറ്റി ഒരു അന്വേഷണം ആവശ്യമാണ്. ഈ 2 വർഷം ഇത് ആര് പൂഴ്ത്തിവെച്ചു? കുറ്റകൃത്യം ചെയ്ത ആരായാലും അത് തീർച്ചയായിട്ടും
അത് കോടതിയിൽ കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുമ്പിൽ വരണം, വിചാരണ നടക്കണം, ശിക്ഷിക്കണം കുറ്റക്കാരനാണെങ്കിൽ. അത് സാധാരണ നടപടിയാണ്. അതിന് രാഷ്ട്രീയ ബന്ധങ്ങൾ നോക്കരുത്. രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിൽ നോക്കുന്നതാണ് അപകടം. രാഷ്ട്രീയം വേറെ, വെട്ടിപ്പ് വേറെ. വെട്ടിപ്പും രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഏതെങ്കിലും വെട്ടിപ്പുകാരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അതിൻ്റെ നേതാക്കളോ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. അത് തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. സമൂഹം അതിനെതിരായിട്ട് വരണം. ഷാജി വെട്ടൂരാൻ, രാമൻപിള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആർജവമുള്ള നിലപാടുകളൊക്കെ കേരളം എന്നും ബഹുമാനിക്കുകയും വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഉദ്ദേശശുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണോ ഈ വെള്ളാപ്പള്ളി നടേശൻ? ഒരിക്കലും അല്ലല്ലോ. ശരിക്ക് ഇവിടെ 4 ഇഷ്യൂസാണ് ഇപ്പം നിലനിൽക്കുന്നത്. 1 മൈക്രോ ഫണ്ടിങ്, 2 കോളേജ് അഡ്മിഷനും പോസ്റ്റിങ്ങിൽ കൂടെയുള്ള തട്ടിപ്പ്, 3 ബെൽ ചിറ്റ് ഫണ്ട്സിൻ്റെ തട്ടിപ്പ്. അത് ഫെറ കേസിലാണ്. അത് ശരിക്കും പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് എടുക്കേണ്ട ഇതാണ്. അത് വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ടായിട്ട് ഇപ്പോഴാരും അനങ്ങുന്നില്ല. 4 എന്ന് പറഞ്ഞാൽ സാമിയുടെ ഇഷ്യൂ ആണ്. ഇത് ഇത്രയും കേട്ടിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വലിയ ലീഡറാണ്, 1,30,00,000 ആൾക്കാർ ഈഴവര് പുള്ളിയുടെ കീഴിലാണ് എന്നൊക്കെ വിശ്വാസമുള്ളതും സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളാവുമ്പോൾ ആണായിട്ട് ഇറങ്ങി നിന്നിട്ട് ഇതെല്ലാം തെളിയിച്ച് ക്ലിയറായിട്ട് തിരിച്ച് ഈ സമുദായം തിരിച്ച് കയറ്റൂലേ? ആ വിശ്വാസക്കുറവ് എന്തിന്? ഹീ ഷുഡ് സ്റ്റെപ്പ് ഡൗൺ ആസ് എ മാൻ, വേണ്ടേ? അപ്പോൾ ഹീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ്. അപ്പോൾ എവിടെയാണ് വേർ ഇസ് എ പ്രോബ്ലം? വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ്. ആ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി തന്നെയാണ്, ഇല്ലേ? അത് ഈ രാഷ്ട്രീയ ഇപ്പോൾ അമിത്ഷായുടെ അടുത്തേക്ക് പോകുമ്പോൾ കുമ്മനം പുതിയ പ്രതീക്ഷയായി, ഒരുപക്ഷെ രാമൻപിള്ളയുടെ ഒക്കെ പ്രതീക്ഷയായി വേറൊരു രാഷ്ട്രീയം BJP മുന്നോട്ട് വെക്കുന്നതാണ് ആ മുഖവും ഇദ്ദേഹത്തെ അനുഗമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ TV കൂടെ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ പോകുന്നു, അമിത്ഷായെ കാണുമ്പോൾ ഒക്കെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള SNDPക്കാർക്ക് അതൊരു പുച്ഛമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഇത്രയും വലിയൊരു കള്ളനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, ഇത്രയും ശബ്ദമുണ്ടായിട്ടും തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ വിശ്വാസം എന്തെന്നറിയോ? രാജാവ് പോലും അഴി എണ്ണിയിട്ടുണ്ട്. അന്ന് കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് പുള്ളി ഈസ് വെരി പവർഫുൾ. ശരിക്കും സമ്പത്തുണ്ടായിരുന്നു, ബട്ട് പവറും ഉണ്ടായിരുന്നു. പക്ഷേ ഹി ഈസ് ഗോൺ. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്, വേണ്ടേ? ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഇപ്പോഴും. ആ പ്രതീക്ഷ അഡ്വക്കേറ്റ് BRM ഷഫീർ, ഈ നിയമ നടപടികളിലാണ് ആ പ്രതീക്ഷ ഷാജി വെട്ടൂരാൻ പറയുന്നത്. അത് എത്രമാത്രം ശക്തമായിട്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്? ഞാൻ ആദ്യമേ തന്നെ പറയാം, ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്ത റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ ഞങ്ങൾ ആവർത്തിക്കും. ഇപ്പോൾ ഇതിനെ 2 തരത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേരിടാൻ പോകുന്നത്. ഒന്ന്, ഈ മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പുകളെ എങ്ങനെ അമർത്തി വയ്ക്കാമെന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച ഈ കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി പിന്നെ അമിത്ഷായുമായിട്ട് നടത്തി. അതിൻ്റെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വാർത്ത വന്നു. എന്താണെന്നറിയോ? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ കീഴിലാണ് മൈക്രോ ഫിനാൻസ് പിന്നോക്കക്കാർക്കുള്ള വായ്പകൾ സംബന്ധിച്ച്. ആ മൈക്രോ ഫിനാൻസിങ് കോർപ്പറേഷൻ്റെ VC ആയിട്ട് വൈസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. കേന്ദ്ര സഹമന്ത്രിയുടെ റോളോട് കൂടി എടുക്കാൻ പോകുന്ന ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. മറുപടി പറയേണ്ടത് അവരാണ്. 1. 2, നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് ഇത്രയും പെട്ടെന്ന് ശ്രീ വെള്ളാപ്പള്ളിയുടെ മകനെ കൊണ്ടുവന്ന് ഈ പാർട്ടിയുടെ പുതിയ പാർട്ടി ഉണ്ടാക്കി കൂട്ടുകെട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നേരത്തെ പറഞ്ഞതുപോലെ ബെൽചിട്ട് എന്ന് പറയുന്ന ഒരു ചിട്ടി കമ്പനിയുണ്ട്. ചിട്ടി കമ്പനിയുടെ 70% വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ വിജിലൻസിൻ്റെ പരാമർശം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ മകൾ വന്ദനയും വിദേശ നാണ്യ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ച് ഫെറ കേസിൽ അകത്താകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പിനെ അമർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നെ ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഇതിൽ കയറി നിന്നുകൊണ്ട് VC ആയിട്ട് അമർച്ച ചെയ്യാം. 2, ഫെറ കേസിനെ എങ്ങനെ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഫെറ കേസ് അന്വേഷിക്കേണ്ട കേന്ദ്രമാണ്. അപ്പോൾ കേന്ദ്രത്തിൽ സ്വാധീനിച്ചുകൊണ്ട് മകനെയും മകൾ വന്ദനയെയും രക്ഷപ്പെടുത്താം. ഇതിനകത്ത് വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 29.16% ഓഹരി ചിട്ടിയിൽ, പ്രീതി നടേശന് പിന്നെ 11.6% ഓഹരി. എല്ലാം കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2013-14 മാത്രം 22,93,00,000 രൂപയുടെ ചിട്ടി ഇടപാടിന് രേഖയില്ല. അന്വേഷണം വിജിലൻസ് കണ്ടെത്തി വെച്ചിരിക്കുക. അടുത്ത വരാൻ പോകുന്ന പുതിയ അന്വേഷണവും പുതിയ വലിയ ബോംബെന്ന് പറയുന്നത് ബെൽചിറ്റ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുടെ മകളും നടത്തിയ വിദേശ നാണ്യ ചട്ടത്തിൻ്റെ ലംഘനങ്ങൾ. അപ്പോൾ വളരെ ബുദ്ധിമാനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ?
BJPയുമായി ചേർന്ന് നേരത്തെ അദ്ദേഹം പിന്നെ കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ് കാലത്ത് വീട്ടിൽ അനധികൃതമായി വയർലെസ് വെച്ചപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ശ്രീ O രാജഗോപാൽ സാറിനെ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ മകൻ്റെ പിന്നെ വിദേശ ഫെറ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മകനെ പിന്നെ പാർട്ടിയുടെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് നടത്തുന്നു. 2, മൈക്രോ ഫിനാൻസിൽ തൻ്റെ ആതറൈസേഷൻ ലെറ്ററും തൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുമായി യൂണിയൻ സെക്രട്ടറിമാരും തൻ്റെ മൗനാനുഭവത്തോടുകൂടി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കീഴിൽ വരുന്ന ആളുകൾക്ക് പിന്നോക്കക്കാർക്ക് വായ്പ കൊടുക്കുന്ന മൈക്രോ ഫിനാൻസിങ് കമ്മീഷനിൻ്റെ VC ആയി വെള്ളാപ്പള്ളിയെ സഹമന്ത്രിയായി നിയമിക്കാനുള്ള ചർച്ച, ഈ 2 ചർച്ചകളാണ് ഡൽഹിയിൽ നടന്നതെന്ന് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തു വരുന്നു. ഷാജി വെട്ടൂരാൻ അങ്ങനെയാണെങ്കിൽ ആള് നിസ്സാരക്കാരനല്ല. ആൾ നിസ്സാരക്കാരനല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അതാണ് പറയുന്നത്. നമ്മൾ 19 കൊല്ലമായിട്ട് കാണയില്ലേ ഏത് തന്ത്രവുമായിട്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാരെയൊന്നും ഞാൻ കുറ്റം പറയില്ല. ഇപ്പോൾ LDF ആയാലും UDF ആയാലും BJP ആയാലും അവർ മേൽത്തട്ടി നിൽക്കുന്നുണ്ട്, അടിയിൽ കൂടെ തീ കൊണ്ടുപോകും. ഹി വിൽ ഗോ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ പിടിച്ച് കെട്ടിയാലേ പറ്റുള്ളൂ. ഈ നാടിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ പിടിച്ച് കെട്ടിയാലേ പറ്റൂ. കാര്യം LDF ഗവൺമെൻറ് ഇത് തിരിച്ചറിഞ്ഞു, ഈ കള്ളക്കളി തിരിച്ചറിഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് വോട്ട് പോലും നോക്കാതെ ഫൈറ്റ് ചെയ്തു. അത് നമ്മളെല്ലാം കണ്ടതാണ് ഇല്ലേ? ഫൈറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടും വന്നു. കാര്യം ഈ ജാതി രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കാൻ പാടില്ല. കാര്യം ഇന്നിപ്പോൾ ഈഴവരായാലും നായരായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഒരു 4, 5, 6% വ്യത്യാസത്തെയാണ് നിൽക്കുന്നത്. അവിടെ വിഷം തുപ്പി വെച്ചിട്ട് ആൾക്കാരെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ വരും. അത് നിർത്തണം. അത് സംശയമില്ലാത്ത കാര്യമാണ്. രാമൻപിള്ള, ആ ഷാജി വെട്ടുരാൻ വളരെ ശക്തമായ നിലപാടായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ BRM ഷഫീർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് അദ്ദേഹം സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെ കേന്ദ്രത്തിലെ വകുപ്പുകളടക്കം അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അപ്പോഴും ഒരു ഗിമിക്കായി ഈ ആൾക്കാരെയൊക്കെ ഞാൻ ഇന്ന തലങ്ങളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്, ഇന്ന ആൾക്കാരുമായി ഞാൻ ഡയറക്റ്റ് ആക്സസ് ഉള്ള വ്യക്തിയാണ് എന്നൊരു ഭീഷണി, ആ ഭീഷണിയുടെ സ്വരമാണോ ഈ ദില്ലിയിലുള്ള ആവർത്തിച്ചുള്ള സന്ദർശനവും അതിനൊക്കെ കുമ്മനത്തെ പോലെയുള്ളവർ ചൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു കേന്ദ്ര നേതാക്കളുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെയുള്ള വാർത്ത കണ്ടാൽ അത് ഇന്നതിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഊഹമാണ്. അതിനുള്ള തെളിവൊന്നും വന്നിട്ടില്ല. തെളിവ് വന്നിട്ടുള്ളത് ഈ സംഭവം കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ വെട്ടിപ്പുകൾ നടക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വെട്ടിപ്പ് അവസാനിപ്പിക്കാൻ എന്ത് നടപടി എടുത്തു ഇതുവരെ ഭരിച്ചിരുന്ന ആളുകൾ? അതാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞില്ല. എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യത്തോടൊപ്പം തന്നെ എന്ത് നടപടിയാണ് ഇനി എടുക്കേണ്ടത്? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാമൻപിള്ള പറയുന്നത് ഇതുവരെ എന്ത് നടന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം. അതോടൊപ്പം മാന്യമായ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ട്. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവർ വിജിലന്റ് ആയിരിക്കേണ്ടയും കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് 80 ലക്ഷത്തിലധികം രൂപയുടെ ഒരു തട്ടിപ്പ്, അതിൽ ഷാജി വെട്ടൂരാൻ ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ച് അതോടൊപ്പം BRM ഷഫീർ ഇന്ത്യൻ എക്സ്പ്രസ്സെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളടക്കം ഇനി കോടതിയുടെ ഈ നിലപാട് നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം ശക്തമായാണ് ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പോകേണ്ടത്? രാമൻപിള്ള ചോദിച്ചു നിർത്തുന്നതും അതാണ്. ഇതൊക്കെ എവിടെ എത്തും എന്നുള്ള ചോദ്യവും. അല്ല, ഈ ചർച്ചയിൽ ശ്രീ രാമൻപിള്ള പ്രകടിപ്പിച്ച പല ആശയങ്ങളോടും നമുക്ക് പൊതുവെ യോജിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ചോദ്യവും വളരെ പ്രസക്തമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയും BJP സഖ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണല്ലോ ഈ അന്വേഷണമൊക്കെ നടന്നത്. എന്ത് സംഭവിച്ചു? ആ ചോദ്യത്തിനുള്ള ഉത്തരം സംസ്ഥാനത്തെ സർക്കാരാണ് നൽകേണ്ടത്. അതവിടെ നിൽക്കുമ്പോഴും ഇന്ന് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്ന ഈ കേസ്, അത് ശ്രീ വെള്ളാപ്പള്ളിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ഏറ്റവും ലഘുവായ ഒന്നാണ്. കൊലപാതകം മുതൽ വിദേശനാണ്യ വിനിമയ ചട്ടലംഘനം മുതൽ അങ്ങനെ പല കാര്യങ്ങളും അവിടെ കിടക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ BJPയുമായി കേന്ദ്ര നേതൃത്വവുമായി ബന്ധം സ്ഥാപിച്ച് സൗഹൃദം സ്ഥാപിച്ച് രക്ഷപ്പെടുന്നുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന വാർത്തകളും വരുന്നത്. ശ്രീ രാമൻപിള്ള ആ ഉദ്ദേശങ്ങളൊക്കെ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറയുന്നതിനോട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളിയുടെ നിലപാട് വ്യക്തമാണ്. വെള്ളാപ്പള്ളി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ മാർഗങ്ങളൊക്കെ അവലംബിക്കുമ്പോൾ BJP എന്ന പാർട്ടി, ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട്, നയത്തോട്, സമീപനത്തോട് എല്ലാം വിരോധമുള്ളപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ ഭാവാത്മക രാഷ്ട്രീയം എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് കേട്ടു.
അതിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ, കള്ളന്മാരെ, കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്നവരെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ BJP പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നത്? BJPയുടെ പ്രത്യേകിച്ച് അമിത്ഷായുടെയൊക്കെ ഇതുവരെ എന്നുള്ള നീക്കങ്ങൾ കാണുമ്പോൾ അവർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ നാം അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. യെസ്, സജീവൻ, ശക്തമായ, അതായത് തെറ്റുകാരനെ നിയമത്തിന് മുന്നിൽ വരണം, അതായിരിക്കണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നടപടികളുടെ ഒക്കെ ആർജവം. അത് ആരുമാകട്ടെ, ആ പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഇല്ല, പലപ്പോഴും അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ ഇതേപോലെയാണ്, പല രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ പലതും മൂടി വയ്ക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. അത് ഏത് ഘട്ടത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പം ഇവിടെ തന്നെ BJPയോ കേന്ദ്ര സർക്കാരോ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസിൻ്റെ കാര്യത്തിലൊരു മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ കാര്യത്തിലൊരു നിലപാടെടുക്കുന്നതിന് അപ്പുറത്ത് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അപ്പം അവരുടെ കയ്യിൽ കിടക്കുന്നൊരു കാര്യമാണ് ഈ ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം. ഫെറ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട, പ്രതികളാക്കപ്പെടേണ്ട ആളുകളുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സഖ്യകക്ഷിയാവാൻ പോകുന്ന പാർട്ടി. അപ്പോൾ അതിൽ അവർ ഈ നിയമപ്രകാരം എന്തെങ്കിലും നടപടിയിലേക്ക് പോകുന്നു, എന്നിട്ട് അവർ കുറ്റവിമുക്തരാണ്. ഇവർക്കെതിരെ ഒരു കുറ്റവും സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്ന് തെളിയിക്കേണ്ട കടമയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വേണമെങ്കിൽ ആർക്കും കുറ്റപ്പെടുത്താം. ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു ഏർപ്പാടാണിത്. അതിനുവേണ്ടി BJPയെ പോലുള്ള പാർട്ടികൾ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ള ആരോപണം ആർക്കും ഉന്നയിക്കാവുന്നതാണ്. യെസ്, ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കോടതിയുടെ അന്വേഷണ ഉത്തരവ്. അത് എല്ലാ സംശയങ്ങൾക്കും അപ്പുറത്തേക്ക് ആരാണോ കുറ്റവാളി, ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ സംവിധാനങ്ങൾക്കും സാധിക്കണം എന്നുള്ള ഈ പാനലിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതോടുകൂടി അതുതന്നെ നടക്കണം എന്ന് പൊതുജനങ്ങളോടൊപ്പം ഈ ചർച്ച കാണുന്നവർക്കും അതുതന്നെയായിരിക്കും ആവശ്യം. വ്യക്തികളല്ല, നിയമമാണ്. ആ നിയമത്തിന് മുന്നിൽ കള്ളം കാണിക്കുന്നവർ അവരുടെ മുഖം കൃത്യമായി തെളിയുകയും വേണം. എല്ലാ അതിഥികൾക്കും നന്ദി. ഇടവേള.